പിന്നെ ഒരുപാട് പേരുടെ അതായത് സത്യം എന്ന് പറയുന്നത് നമ്മളറിയാമെന്നുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈശ്വരനെ എടുത്ത് അത് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് നമ്മളറിയാമെന്നുള്ള ഒരുപാട് പേരുണ്ട്. നമ്മളെന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ സ്വഭാവങ്ങൾ എല്ലാം അറിയാം. അപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ, എല്ലാവരുടെ അനുഗ്രഹങ്ങളും എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹമുണ്ട്, ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, ഗുരു കാരണവന്മാർ എല്ലാവരുടെ അനുഗ്രഹങ്ങളുണ്ട്. വിമർശിച്ചവരോട് എന്താണ് പറയാനുള്ളത്? വിമർശിച്ചവരോട് അതായത് സത്യം അവരുടെ അടുത്ത് നമുക്കൊരു ഇതുമില്ല. അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും നമ്മളത് വായിൽ നിന്ന് എന്തെങ്കിലും വീഴ്ന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു. സത്യം അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അപ്പോഴും നമ്മളെ മാനസികാവസ്ഥ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നമുക്കും എൻ്റെ വൈഫ് പോലും അസുഖത്തിൽ കാര്യങ്ങളൊക്കെ ആയി അത്രയ്ക്ക് നമ്മൾ സങ്കടമായിപ്പോയി. അത് പറഞ്ഞാൽ തന്നെ സങ്കടം വരും. ആഗ്രഹം പോലെ തന്നെ ഇപ്പം എല്ലാം മംഗളത്തിലായി. നമ്മളെ ഒരു അച്ഛൻ്റെ ഒരു സ്വപ്നം അത് അച്ഛൻ്റെ രീതിയിൽ പറ്റിയില്ല. പക്ഷെ അത് ഇങ്ങനെയൊക്കെ അവസാനിച്ച് അതിലൊരു ചെറിയ സങ്കടമുണ്ട്. അമ്മയും ആ ഒരു രീതി ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമായിരുന്നു. അച്ഛൻ്റെ അതിനൊന്നും തൊടായിരുന്നു. പക്ഷെ അമ്മയ്ക്കും ചെറിയ സങ്കടം ഇല്ലാതില്ല. പക്ഷെ എങ്കിലും ഇതെല്ലാവരും കൂടെ വന്ന് സഹകരിച്ചതപ്പം ചെറിയൊരു സന്തോഷമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മഹാസമാധിയൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു. മംഗളമായിട്ട് എല്ലാവരും അനുഗ്രഹം കൊണ്ട് എല്ലാവരും സഹായങ്ങൾ കൊണ്ടും കഴിഞ്ഞായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. നാട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നാട്ടുകാർ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ നമ്മളവിടെ ഉണ്ടായിരുന്നു.